ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും ഒരു മീനിൻ്റെ ഡിഷാണ്. മീൻ മുളകിട്ടതാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഇവിടെ എൻ്റെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നാടൻ സ്റ്റൈലിലുള്ള മീൻ കറി. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ഫിഷാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ പറയുന്നത് ഇതിന് മാന്ത എന്നാണ്. മാന്തൾ എന്ന് മലപ്പുറത്തൊക്കെ പറയും. നഗ് എന്നോ എന്തൊക്കെ പേര് ഇതിന് വേറെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതാണ് 1/2 കിലോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 3 വലിയ തക്കാളി, പുളിക്ക് അനുസരിച്ച് 3 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ പുളി ചേർക്കുന്നില്ലെങ്കിൽ ഒരു 2 എണ്ണം കൂടെ ഒക്കെ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പുളിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞ് അതിൽ സത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ ഒരു 5-6 എടുക്കാം. പിന്നെ ഈ ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളത് കറിയിലേക്ക് ചേർക്കാനല്ല, അത് വറവിടുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം കൂടെ നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്ന, ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്, ഇതിനകത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെങ്ങനെയാണോ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പച്ചമുളകൊക്കെ നീളത്തിൽ അരിഞ്ഞാണ് ചേർക്കാറ്. അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് റഫായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ചിലർ ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കറി ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാറാണ് ചെയ്യാറ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് ഞെരടി എടുക്കണം. ശരിക്കും ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഞെരടി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ എടുത്തിട്ടുള്ള പുളിയൊന്ന് പിഴിഞ്ഞ് അതിൽ ആ ചാറ് മാത്രം നമുക്കതിൻ്റെ ആ സത്ത് മതി, അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി ചേർക്കാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി ഒരു 2-3 അധികം ചേർത്ത് കൊടുത്തിട്ട് കറിയിലെ പുളിയുടെ അളവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അളവിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ഒക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. മീനിനനുസരിച്ചാണ് മുളക് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കറിയിലൊക്കെ കല്ലുപ്പാണ് ഇവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ പുളിയുടെ സത്തെടുക്കാൻ എടുത്തതടക്കം ഒരു 600 ml വെള്ളം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരല്പം മുളക് പൊടിയുടെ കുറവുണ്ട്, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ, എരിവ് അത്രയും വേണ്ടെങ്കിൽ. ഇനി ഇതൊന്ന് നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കണം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ്, 5-10 മിനിറ്റ്, ഒരു 10 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ മുളകും ഒക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. അപ്പോൾ അത് തിളച്ച് വരുന്ന ആ സമയത്തേക്ക് നമുക്ക് വറുത്തിടാനുള്ള ചെറിയ ഉള്ളികൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കുറേ നാളായിട്ട് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനൊന്ന് ഈ വീഡിയോ ഇട്ടത്. പിന്നെ എന്നും കേക്കാണ് ഇടുന്നത് എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇതാക്കി എടുക്കണം. അതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് കറി ഒന്ന് കുറുകി വരും. അപ്പോഴാണ് ആ മുളകൊക്കെ ശരിക്കും വെന്ത് വരുമ്പോഴേ മുളക് കറിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ മാന്ത എന്ന് പറയുന്ന മീൻ വളരെ നൈസായിട്ടുള്ള മീനാണ്. അപ്പോൾ കുഴിയുള്ള സ്പൂൺ അല്ലെങ്കിൽ തവി വെച്ചിട്ട് ഇളക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് പൊട്ടി നടുമുറിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള പരന്ന തവിയൊക്കെ വെച്ചിട്ട്
ഇളക്കി കൊടുക്കുക. അധികം ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഒരൊറ്റ തള തിളച്ചാൽ തന്നെ മീൻ വെന്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് സൈഡിലൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ചട്ടി തന്നെ പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. അധികം ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ബാക്കി ആ ഒരു ചൂടിൽ തന്നെ കിടന്ന് ബാക്കി ഇവിടെ വെന്ത് കഴിഞ്ഞോളും. ഇനി നമുക്ക് ആ അടുപ്പിലേക്ക് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഇപ്പം വെളിച്ചെണ്ണ വറവിട്ട് കഴിക്കുന്ന ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. ഇപ്പം മീൻ കറിയിൽ കുറച്ച് വറവിട്ട് ചേർത്താലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ മീൻ മുളകിട്ടതാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന, ഞാനും എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.